കിയ സൈറോക്സ് EV. നെക്സോൺ EV എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു വേറൊരു ഓൾട്ടർനേറ്റീവ് ഇപ്പോൾ വന്നിട്ടുണ്ട്, സൈറോക്സ് EV. ഇത് നമ്മളൊരു 15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിയ ഇറക്കിയേക്കുന്ന പുതിയ EV ആണ് സൈറോക്സ് EV. HTK പ്ലസ് വേരിയൻറ്റ്, HTK വേരിയൻ്റ് ആണ് ഞാൻ പറയുന്നത്. 42 kW. അതിൻ്റെ ഓൺ റോഡ് വില 15 ലക്ഷം രൂപയുടെ അടുത്താണ് വരിക. അപ്പം ഇത് നോക്കുവാണെങ്കിൽ ബേസ് വേരിയൻ്റ് ആണെങ്കിൽ പോലും കിയ ആണല്ലോ, ഫീച്ചേഴ്സ് ഒട്ടനവധിയാണ് ഈ ബേസ് വേരിയൻറ്റിൽ പോലും. സൈറോക്സ് തന്നെ വേറൊരു ഷേപ്പ് ആണെങ്കിലും നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ EV ഇപ്പോൾ ഇറക്കിയേക്കുന്നത് അതിൻ്റെ ബേസ് വേരിയൻ്റ് തന്നെ ഒരു 15 ലക്ഷം രൂപയ്ക്കാണ്. അത് 42 kW ആണ്. 400 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടാണ് കിയ അതിനെ റേഞ്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 350-380 പ്ലസ് എന്തായാലും നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാം. അപ്പം നെക്സോൺ EV എടുക്കാൻ നിൽക്കുന്നവർക്ക് ഒരു ഫീച്ചർ ലോഡർ ആയിട്ടുള്ള കിയയുടെ ഒരു വണ്ടിയും കൂടെ ഈ ഒരു വിലയിൽ നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് ബ്രേക്ക് ഡൗൺ നോക്കിയാലോ. 15 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ബേസിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് 30% ഡൗൺ പേയ്മെൻറ്റ്, നമ്മളിവിടെ പറയുന്നത് 30% ഡൗൺ പേയ്മെൻറ്റ്, 5 year 8.5% ഇൻട്രസ്റ്റ്, അങ്ങനെയാണ് കേട്ടോ. അതിന് 30% ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക 4.5 lakhs ആണ്. അത് 8.5% ഇൻട്രസ്റ്റിൽ 5 year നമ്മൾ നോക്കിയാൽ 21,500 അടുത്തായിട്ടാണ് നമുക്ക് മന്ത്ലി EMI വരും. അത് 7 year നമ്മൾ സപ്പോസ് നോക്കിയാലോ 16,700 rupees അടുത്താണ് മന്ത്ലി EMI വരിക. ഈ ഒരു വിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു ഫീച്ചർ ലോഡായിട്ട് ഒരു കൺവീനിയൻസ് രീതിയിൽ നമുക്ക് നോക്കുമ്പം എന്തും കൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് സൈറോക്സ് EV എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കാം. നിങ്ങൾ ഈ സൈറോക്സിനെ പറ്റി അറിഞ്ഞിരുന്നോ?